ഞങ്ങളുടെ എടവപ്പള്ളിയിലെ പെരുന്നാളിന് പോവാ. അപ്പൊ വരല്ലേ? വാ എൻ്റെ പൊന്നടാവേ, ഞാൻ ആ വീഡിയോ എടുക്കുമ്പോൾ മാത്രം പശു കരയുന്നു, കോഴി കരയുന്നു, അമ്മായിമ്മ വിളിക്കുന്നു, അമ്മ വിളിക്കുന്നു. ഹോ, എന്തൊക്കെ കഷ്ടപ്പെടാന്നറിയോ നാട്ടിൻപുറത്തെത്തിയിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിലും ഈ നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നൊക്കെ പറയാറില്ലേ, ഈ നാടൻ കോഴികൾ മുട്ടയിട്ടാൽ ഇങ്ങനെ കൊക്കി കാണിക്കും. അതെ, അതുപോലെ കൊക്കി കാണിക്കാൻ വേണ്ടി ഒരു ഐറ്റമാണ് നമ്മുടെ കോടഞ്ചേരിക്കാരുടെ 50 പൊന്നിൻ കുരിശ്. പള്ളിപ്പെരുന്നാളിന് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഈ പൊന്നിൻ കുരിശ് 50 അങ്ങനെ നിന്നപ്പോൾ ആരുടെയാണ് കണ്ണും മഞ്ഞളിച്ചു പോകും. കുർബാന കഴിഞ്ഞ പാടെ ഞാനിതേണ്ടേ ഒരു പൊന്നിൻ കുരിശിൻ്റെ താഴെ ഒരു കുടയും പിടിച്ച് ഞാനും ഇറങ്ങി. സത്യം പറഞ്ഞാൽ ആ കുടയൊക്കെ പിടിച്ച് ആ സാരി കൊടുത്ത് ആ പൊന്നാട പട്ടമൊക്കെ ഇട്ടിട്ട് അങ്ങ് നടന്നപ്പോൾ ഇല്ല കോടഞ്ചേരി അഞ്ചായത്തി ഫീല്. ഞാൻ ഇങ്ങനെ മനസ്സിൽ എന്താ പറയുക, ഞാൻ പല രാജ്യത്ത് പല കാർണിവൽ ഒരു 10-26 രാജ്യങ്ങളിൽ കൂടെ പോയിട്ടുണ്ട്. പക്ഷേ സ്വന്തം എടവപ്പള്ളിയിൽ നമ്മുടെ നാടും നാട്ടുകാരെയൊക്കെ ഒപ്പം ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കാന്ന് പറഞ്ഞാൽ അതൊരു വികാരം തന്നെയാണ്. എൻ്റെ പൊന്നെ, ആ പടക്കൊക്കെ പൊട്ടിക്കുന്ന ചേട്ടനെ കണ്ടപ്പോൾ കൂടെ നിന്ന് 2 അങ്ങോട്ട് പൊട്ടിക്കാൻ തോന്നി. ഓ, എന്നെ ഒരു പ്രകടനമായിരുന്നു എന്നറിയോ, ആകാശ വിസ്മയം തന്നെയായിരുന്നു കേട്ടോ. പൊട്ടാൻ നേരത്ത് കുട വരുന്നു, കുടയുടെ ഉള്ളിൽ നിന്ന് കുരിശ് വരുന്നു. ഹോ, ഒന്നും പറയാനില്ല. അല്ലെങ്കിൽ ഞാൻ ബിംബു പറയാന്ന് പറയുന്നത്, നമ്മളെല്ലാ പെരുന്നാളും മനോഹരാക്കുന്നത് നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും ആങ്ങളെയും കെട്ടിയവൻ്റെ ഒക്കെ ഒപ്പം പോയിട്ട് ഫ്രണ്ട്സിൻ്റെ ഒക്കെ മുമ്പിൽ ഇങ്ങനെ മേലോട്ട് നോക്കിയിരിക്കില്ലേ. ഈ നാടും നാട്ടുകാരൊക്കെയാണോ ഈ കോടഞ്ചേരിയിൽ ഇത്രയും ഭംഗിയാക്കുന്നത്. അപ്പം എസ് മീ സാൻഡി മാൻഡി, ബൈ ദ ബൈ.